സുധാകരൻ ഒരു 15 വർഷം മുമ്പ് കോൺഗ്രസിന്റെ ആ സമയത്ത് കോൺഗ്രസ് ഉണ്ടല്ലോ കുറച്ചുകൂടി ആ ലീഡർ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് സുധാകരനെ ആക്കേണ്ടിയിരുന്നു. അങ്ങനെ സുധാകരനാണ് അപ്പൊ പാർട്ടിയെ ഒരുമിച്ച് നിർത്തിയായിരുന്നു. പിണറായി എങ്ങനെയാണ് CPM-ലേക്ക് ശക്തനായത്? കുറെ കാലം അദ്ദേഹത്തെ ചവിട്ടിയിട്ടാണ് അവിടെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റൊക്കെ ആക്കിയിട്ട്. VS പാർട്ടിയിൽ നിന്ന് VS അല്ല MV രാഘവൻ പുറത്തു പോയപ്പോൾ VS ആണ് പോയിട്ട് ജില്ലാ സെക്രട്ടറി ആക്കുന്നത്. അന്ന് പിണറായി ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടാണ് ആ പാർട്ടി അവിടെ അല്ലെങ്കിൽ പകുതി എങ്ങനെ എടുത്തുകൊണ്ട് പോയത് MV രാഘവൻ. MV രാഘവന്റെ കൂടെ ആയിരുന്നല്ലേ നായനാര് പോലും അറിയാലോ രജിസ്റ്ററൊക്കെ. അപ്പൊ സുധാകരനായിരുന്നെങ്കിൽ സുധാകരൻ ആ ഒരു പാർട്ടി നിലനിർത്തുകയും ചെയ്യായിരുന്നു. പിന്നെ സുധാകരൻ ഒരു ഗുണമുണ്ട്, കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്തൊരു ഗുണം, കൂടെ നിൽക്കുന്നവൻ ഏത് ഘട്ടം വരെ പോലും അങ്ങനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ നെഹ്റു കോളേജ് വിഷയത്തിൽ അത്യാവശ്യം മലയാളിനെ കിട്ടി ഞാൻ പറയാ ജിഷ്ണു വിഷയത്തെ അയാളെ തല്ലി പോവുകയായിരുന്നു. സത്യത്തിൽ എനിക്കത് പവർ ഉണ്ടായിരുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ പ്രതികരിക്കുകയായിരുന്നു. അപ്പം പ്രതികരിച്ചിട്ടുണ്ട്, അങ്ങനത്തെ സെൻസ് ആ രീതിയിൽ തന്നെ പ്രതികരിക്കുകയായിരുന്നു. സുധാകരൻ എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ നിന്ന് കോംപ്രമൈസ് സുധാകരൻ ശ്രമിച്ചു. അപ്പൊ ആളുകൾ കുറ്റം വന്നപ്പോൾ സുധാകരൻ പറഞ്ഞു അയാൾ എന്റെ സുഹൃത്താണ്, ഈ വിഷയം എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്ത് പറഞ്ഞാൽ അത് നിലപാടാണ്. അത് പിണറായി സുധാകരനൊക്കെ അത്ര നിലപാട് എടുക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടെ നിൽക്കുന്നവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അല്ലാതെ കഷ്ടകാലം വരുമ്പോൾ അയാളെ കാലത്തിൽ ആ പ്രശ്നം നമ്മൾ തള്ളിക്കളയരുത്. അപ്പൊ സുധാകരനെ ടൈമിലി കൊണ്ടുവന്നില്ല. സുധാകരൻ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ബോധത്തിന് എന്ത് ചില പ്രശ്നങ്ങൾ പറ്റിയ സമയത്താണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. എന്തിനും വല്ല കാര്യമുണ്ടോ? നിങ്ങളെ ഒരു പൊസിഷനിൽ ആങ്കറായി എടുത്തണമെങ്കിൽ ഇപ്പം എടുത്തോ, അല്ലാതെ നിങ്ങളെ 80 വയസ്സായി പോകണമെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ശരിക്കും വല്ല കാര്യമുണ്ടോ?